നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഓണംകളിപ്പാട്ടുകളൊക്കെ എഴുതി ചിന്തുപാട്ടിലൊക്കെ എഴുതി നമ്മുടെ സുഹൃത്ത് റിഞ്ചു മേലോട് സ്വാഗതം ചെയ്യാം. റിഞ്ചേട്ടാ നമസ്കാരം. സന്തോഷം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ചേട്ടൻ്റെ ആ എഴുത്തും പാട്ടുകളും ഒക്കെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു ചെറിയൊരു അതിപ്പോൾ ഞാൻ ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഭേടനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഓണങ്ങളി മേഖലയിലേക്ക് ഔപചാരികമായിട്ട് വന്നപ്പെട്ട ആളാണ്. അന്നൊക്കെ ഓണങ്ങളൊക്കെ വലിയൊരു ആവേശമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകാരും ഒരുപാട് മികച്ച കലാകാരന്മാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു മോഹം കൊണ്ട് ഒരു വിടച്ചൊല്ലുന്ന ഒരു പാട്ടായിട്ടാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയിപ്പോൾ ഒരു ആവേശം കൊണ്ട് വീണ്ടും അതിലേക്ക് വന്നു. ഇന്നത് ഒരു 15 വർഷമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള എല്ലാ മേഖലയിൽപ്പെട്ട ഓണങ്ങളിലെ എല്ലാ ടീമുകൾക്കും പറ്റാവുന്ന ടീമുകൾക്കൊക്കെ പാട്ട് എഴുതി കൊടുക്കാനുള്ളൊരു നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല മികച്ച സപ്പോർട്ട് നമുക്ക് തരുന്നതുകൊണ്ട് നമ്മളിവിടെ നിലനിൽക്കുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞ തേടി പിടിച്ച് നമ്മളെ കണ്ടെത്താവുന്ന ഒരു മേഖലയ്ക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിലും തേടി വന്നതിന് ഒരുപാട് ചേട്ടാ അതല്ല നമ്മൾ, അതായത് ചേട്ടന് ഇത്രയധികം പാട്ടുകൾ എഴുതി, അതായത് തൃശ്ശൂർ മേഖല, തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓണങ്ങളിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പ്രചാരമുള്ളത്. അപ്പോൾ അവിടെ ഒട്ടുമിക്ക ഒരു അനവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് അത്രയും ഹിറ്റായ പാട്ടുകളാണ്. പക്ഷേ വേദികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ചേട്ടൻ്റെ പേര് അവിടെ പറയപ്പെടുന്നതോ അങ്ങനെയുള്ള കേൾക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇതിൻ്റെ രചന സംഗീതവും റിഞ്ചു മേലൂർ അല്ലെങ്കിൽ റിഞ്ചു അങ്ങനെ അതില് അതിനോട് നമുക്ക് വിഷമിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണങ്ങളി മേഖലയിൽ ഒരു ടീമിൽ 60 പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-12 ടീമുണ്ട്. അപ്പോൾ നമുക്കൊരു 720ഓളം പിള്ളേർ കളിക്കുന്നുണ്ട്. അതിൽ തന്നെ പാട്ട് പാടുന്നവർ കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു 180 പേരുള്ളൂ. എഴുതുന്നവർ ഇപ്പോഴും അന്നും ഇന്നൊക്കെ ഉള്ളത് 8-9 പേരൊക്കെ ഉണ്ട്. അതിൽ എന്നെക്കാളൊക്കെ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആരും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ മേഖലയിലേക്ക് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എത്തിപ്പെടാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും അതിൽ നിലനിന്ന് പോകാമെന്ന് കഴിയുന്നതൊക്കെ വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം അവർ നമ്മുടെ കൂട്ടത്തിലൂടെ നമ്മളെ കൂട്ടുന്നതിന് ഒരു സന്തോഷം. പക്ഷെ അതല്ല, നമ്മൾ ഒരു പാട്ട് ഇറക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈണവും എഴുത്തും ചേട്ടനാകുമ്പോൾ എന്തായാലും അത് കേൾക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം വെച്ചാൽ ഇത് ഈ പാട്ട് സൃഷ്ടിച്ച ആള് റിഞ്ചു മേലൂരാണെന്ന്. കാരണം വെച്ചാൽ അത് പാടുന്ന ഒരു പാട്ടുകാരൻ്റെ ഒരു കടമയാണത്. കാരണം ചേട്ടനെ റിവീൽ ചെയ്യാന്നുള്ളത്. അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓണങ്ങളി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകാരും അതുപോലെ എഴുത്തുകാരും ഉള്ളവരുണ്ട്. നമുക്കിതിൽ ഒരു മത്സരങ്ങൾ തമ്മിൽ, നമുക്ക് മത്സരം ടീമുകൾ തമ്മിലാണ് മത്സരം വരുന്നത്. എഴുത്തുകാരോ കളിക്കാരോ നമ്മൾ വ്യക്തിപരമായിട്ട് മത്സരം. കാരണം വെച്ചാൽ എല്ലാവർക്കും പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഓണങ്ങളി മേഖലയിലുണ്ട്. അവർക്ക് അവരെ കഴിവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ മികച്ച കഴിവ് ഉള്ളവർ നിലനിൽക്കും. അല്ലാത്തവരപ്പോൾ ഇത്തിരി ഫ്ലോപ്പ് ആവും. എന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഓണങ്ങളി മേഖലയിലുണ്ട്. അവനവൻ്റെ കഴിവുകൾ കണ്ടെത്തി അതിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ള അവരോട് പറഞ്ഞു തരാനുള്ളൂ. ഞാനിപ്പോഴും എന്നിട്ട് പറയാം, ഒരേ പാറ്റേണിൽ നിലനിന്ന് പോയെങ്കിലും ഇത്ര ടീമുകൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മത്സരത്തിന് നമ്മുടെ പാട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിൽ ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ പാട്ടുകൾക്ക് വാരി കൂട്ടുമ്പോൾ നമുക്കത് വീട്ടിൽ നിന്നാലും കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൽ വേറെ ഒന്നും കാര്യം ചിന്തിച്ചിട്ടില്ല, ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും തന്നെ ഞാൻ എന്നോട് വിളിക്കുമ്പോൾ തന്നെ എനിക്കൊരു ലൈവിൽ വരാനോ അങ്ങനെ വരാനോ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ എന്നിട്ട് പറയും ചില സൗഹൃദങ്ങളുടെ പേരിൽ പിന്നെ അങ്ങനത്തെ പേരിലൊക്കെ നമ്മൾ വരുന്നു. പക്ഷേ ഈ മേഖല നിലനിന്ന് പോകണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അതുപോലെ തന്നെ നമ്മുടെ മനോജേട്ടൻ പാലക്കൊന്നല്ല, അമ്പലൂരല്ലേ? ചേട്ടനും പാട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ടല്ലേ? പിന്നെ ആള് ചേട്ടൻ കുറെ ടീമുകളിലും ഓണങ്ങളിൽ കളിക്കുന്നുണ്ടല്ലേ? മുന്നൊക്കെ 10-25 കൊല്ലമായിട്ട് ഓണക്കളി മേഖലയിൽ തന്നെ, 25 കൊല്ലമായിട്ട് മേഖലയിൽ തന്നെ ഉണ്ട്. പല ടീമുകളിലായിട്ട് നമ്മൾ പോയിട്ട് കളിക്കാറുണ്ട്. ഇതുപോലെ പാട്ടും പാടുന്നുണ്ട്. അതിപ്പോ ആളുടെ സംഗീതത്തിലുള്ള ആളുടെ രചനയിലൊരു പാട്ട് ചേട്ടൻ ഇപ്പൊ ചേട്ടൻ വേദിയിൽ പാടുന്നത് ഞാൻ വേദിയിൽ പാടിയിട്ടുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പിന്നെ ഉണ്ട്. അത് ലവണജലാമിതിയാർന്നല്ലെങ്കിൽ മേഘങ്ങൾ വിറപ്പൂണ്ടടാ, ഇളകിയാടുമീ രാജധാനിയിൽ കശകണ്ഠൻ അലറുന്നടാ. ലവണജലാനിധിയാർന്നല്ലെങ്കിൽ മേഘങ്ങൾ വിറപ്പൂണ്ടടാ, ഇളകിയാടുമീ രാജധാനിയിൽ രസകണ്ഠൻ അലറുന്നടാ. രാവണിയോ രണഭൂമിയിലാണ്ടു തേടിയതോ മണ്ടോദരി, ലങ്കാപുരിയെ മാറ്റൊലിയായി ഇന്ദ്രജിത്തിന്റെ നാമവും. ലവണജലാനിധിയാർന്നല്ലങ്കയിൽ മേഘങ്ങൾ വിറപ്പൂണ്ടടാ, ഇളകിയാടുമീ രാജധാനിയിൽ രസകണ്ഠൻ അലറുന്നടാ. അതായത് നമ്മൾ ഈ
മാതിരി പാട്ടുകൾ, അതായത് ഓണങ്ങളിൽ ഇത്രയും മത്സരഗാനങ്ങൾ അതുപോലെ ട്യൂൺ പാട്ടുകൾ ഇത് ഇദ്ദേഹം എഴുതി അത് ട്യൂൺ ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ ഇയാളുടെ പേരും കൂടി അറിയപ്പെടേണ്ടത്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ വിടച്ചൊല്ലി എന്ന് പറഞ്ഞ പാട്ട് അത് യുവതാരയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നില്ല, യുവതാര ടീമിലാണ് അത് മനു പാടുന്നത്. ആ പാട്ട് അത്രയും, അതായത് കേൾക്കുന്നവർ വീണ്ടും കേൾക്കാൻ വേണ്ടി, ഈ കേൾക്കുന്നവർ അറിയുന്നില്ല അത് ആരെ എഴുതിയത്, പാട്ട് കേട്ട് പോണു. പക്ഷെ അങ്ങനെയല്ല, നമ്മള് ആൾക്കൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ വീണ്ടും എഴുതാനുള്ള ഒരു കൊടുക്കണതും ആളുടെ പേര് അറിയപ്പെടണം. അല്ലെങ്കിൽ ആളുടെ ഇത് വെച്ച് നോക്കുമ്പോ പണമോ അല്ലെങ്കിൽ പാരിതോഷമോ പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനെ എഴുതണം. അയാളുടെ കഴിവ് വർദ്ധിച്ച് വരണമെന്നില്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കണം. പക്ഷെ എന്നുണ്ടെങ്കിൽ തന്നെയും ആളുടെ പേര് അവിടെ പറയണല്ലോ. ഇപ്പൊ ചേട്ടന് ഇതുപോലെ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുവതാരക്ക് നടന്നിക്കാണ്. ഇപ്പൊ നടന്നിക്ക് ഇപ്പൊ വിനോദ് ചേട്ടൻ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ടിരിക്കണം. ഒരെണ്ണം കൊടുത്തു, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു പാട്ട് കൂടി ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇപ്പൊ യുവതാരയുടെ പാട്ടുകളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ ഉള്ളതിന് മിത്ര കലാവേദി, പിന്നെ തുറക്കുന്ന അങ്ങനെ അപ്പുറം ടീമുകളൊക്കെ നമ്മൾ പാട്ട് എഴുതുള്ളൂ. കാരണം മത്സരിക്കാൻ വരുന്നവർക്കൊക്കെ എതിരാളികളായിട്ട് പാട്ടുകാരായിട്ടുള്ള നമ്മൾ വരുന്നത്. നമ്മൾ അറിയപ്പെടുന്ന ടീമുകൾക്ക് പാട്ട് കൊടുക്കണം, അവർക്കൊക്കെ എഴുതാൻ വേറെ ടീമുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കിട്ടിയത് നടനയ്ക്ക് അതിലിപ്പോ പുതിയ പാട്ട് ഇതിലും രണ്ടുപേരും ഓർക്കുന്നുണ്ടോ? നടനയ്ക്ക് ഇപ്പൊ ചെയ്താണ്. അപ്പൊ വിനോദ് ചേട്ടന് വേണ്ടിയിട്ടാണ് അത് ചെയ്തേക്കണേ. അത് ട്യൂൺ പാട്ടാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി എഴുത്ത് വിട്ടിട്ട് പിന്നെ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുമോന്ന് അറിയില്ല. അല്ല പാട് നമുക്ക് അത് പറയാം, അത് ചോദിക്കാനുണ്ട്, അത് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഇതിന്റെ രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് നോക്കാം, ശ്രമിക്കും. പാട്ടുകാര് വേദിയിലല്ല. അതെ. ത്രിലോകമാകെ തുളുമ്പിയോ ത്രയംബകം വില്ലൊടിഞ്ഞുവോ മിഥിലാപുരി കണ്ടൊരു കല്യാണം അന്നാളി എനിക്കായി ചാത്തിയ മാല്യം എവിടെ രാമ കനവുടഞ്ഞ സിംഹാസനമോ വെറുതെ എന്തിനാണു രാമ കൈയൊഴിഞ്ഞ കഥയറിയാതെ ഇന്നും കാത്തു നിന്നു ദേവാ മരവുരികൾ ചൂടു പകർന്നു വനവാസം തുടരുകയായി ഇരുളലയിലല പോലെ ജാനകിയോ തേങ്ങുകയായി ഉള്ളിൽ കനവേറിയ കോസലമിവിടെ രാമ ത്രിലോകമാകെ കുലുങ്ങിയോ ത്രയംബകം വില്ലൊടിഞ്ഞുവോ മിഥിലാപുരി കണ്ടൊരു കല്യാണം അന്നാളി എനിക്കായി ചാത്തിയ മാല്യം എവിടെ രാമ. അടിപൊളി. അതായത് ആദ്യം യുവതാരയ്ക്ക് വേണ്ടി പാട്ട് ചെയ്ത് കൊടുത്തണല്ലേ, ഇപ്പൊ നടന്നിക്കായി. അപ്പൊ ഈ രണ്ട് ടീമുകളും ഒരു വേദിയിൽ വരുമ്പോ രണ്ട് ടീമുകളും ചേട്ടന്റെ പാട്ട് പാടി മത്സരിക്കുമ്പോ ഇത് രണ്ടസ്ത്രങ്ങളും എതില്ലാത്ത സമമായിട്ട് മാറിയോ അല്ലെങ്കിൽ എങ്ങനെ? അത് എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ ഒരു പാട്ടുകൾ നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ പാട്ടുകളെക്കാളൊക്കെ ഏറെ അത് 60 പിള്ളേരുടെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു വേദിയിൽ കളിക്കുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പാട്ട് ഇപ്പോൾ ആർക്ക് കൊടുത്താലും ആരാണ് ഭംഗിയായിട്ട് പാടുന്നത് അവർക്ക് അതിൽ വിജയിച്ചു പോരാന്നുള്ളതാണ്. കാരണം മാർക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അത് വേദികളിൽ കാണികൾ വിലയിരുത്തുന്നത് ഒന്ന്, ജഡ്ജ്മെന്റ് കളിയിരുത്തുന്നത് വേറെ ഒന്ന്, സംഘാടന സമിതികൾ വേറെ ഒന്ന്. അപ്പൊ അവർക്ക് എല്ലാവരും തൃപ്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു പാട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കാണികൾക്ക് ഓണങ്ങളി പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ല ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് ചെയ്യുന്നു. അതിൽ ഇന്ന് വരെ നമ്മൾ ഒരു 1ാം സമ്മാനത്തിനും 2ാം സമ്മാനത്തിനും വേണ്ടി ഞാൻ ഇന്ന് വരെ പാട്ട് എഴുതിയിട്ട് ഇനി എഴുതൂല. കാരണം ഞാൻ അവർ കളിക്കുന്ന എല്ലാവരും ഒരു മത്സരത്തിൽ പറഞ്ഞ എല്ലാവരും എനിക്ക് എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ സഹപാഠികളാണ്. എനിക്ക് അതില് ഒരാളാണ് ഫസ്റ്റ് തന്നെ എടുക്കാൻ അവരെക്കാളും വരെ ബുദ്ധിമുട്ട് എനിക്ക് തന്നെയാണ്. അപ്പൊ ആരാണോ മികച്ച് പെർഫോം ചെയ്യുന്നത് അവർക്ക് നല്ലത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിപ്പോ എന്നെക്കാളും മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അപ്പൊ എഴുത്തുകാരുണ്ട്. അവരൊക്കെ ഈ മുൻനിരയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മള് എന്താ രണ്ടുമായാലും നമ്മൾ 2ാം സ്ഥാനത്ത് തൃപ്തനാണ്. നമുക്ക് സ്ഥാനങ്ങൾ അത് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ പണമോ പാരിതോഷമോ പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കാനുള്ള എഴുത്തുകളാണ്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വെച്ചാല് സജീഷ് രിസരി പാടിപ്പാട്ട് അതിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, 1000 താരങ്ങള്. അതിന്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ടെന്ന് കേട്ടിട്ട്
അത് ഉണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കി. അത് എന്ന് പറഞ്ഞാൽ നിസിലെ എന്ന് പാട്ട് എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാസറ്റ് വർക്കാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സീഡികളുടെ കാലഘട്ടം വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സജീഷ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്നിവരിലൊക്കെ പാടി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസന്റഡ് മൈൻഡോടുകൾ ചെയ്ത പാട്ടാണ് 1000 താരങ്ങൾ മിന്നണതെന്ന് പറഞ്ഞ പാട്ട്. അത് ഒരുപാട് വേദികളിലൊക്കെ പുള്ളിയെ പാടി ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, അപൂർവം ചില ആൾക്കാർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ രചന സംഗീതമൊക്കെ ചെയ്ത് ഞാനായിരുന്നു. അതും പുറത്ത് പറ്റില്ല. അത് അന്നത്തെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച എഴുത്തുകാരുടെ ലേബലുകളും കാര്യമൊക്കെ നമ്മളന്നത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത കാര്യം ഞാനും ഇത്തിരി പിന്നോട്ടായിരുന്നു. അന്ന് ഈ നോക്കിക്കൂടെ കൂടെ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിലൊക്കെ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരുള്ള അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ചെറിയ വിഷമം. അതും ഇതുപോലെ തന്നെ പ്രതിഫലമൊന്നും കിട്ടാതെ കൊടുത്ത പാട്ടാൻ തോന്നുന്നില്ല. അതൊക്കെ അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ അത് പോട്ടെ. അല്ല, നമ്മുടെ കഴിവിനെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. പാട്ടുകൾ എത്ര വേണമെങ്കിൽ കൊണ്ടായാലും അതിനപ്പുറം നല്ല പാട്ടുകൾ വരും. അല്ല, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പോഴത്തെ മേഖലയിൽ അവർ തെരഞ്ഞെടുക്കുമ്പോൾ അവർ മികച്ച പാട്ടുകൾ നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ പാട്ടിൽ പാടുമ്പോൾ ആളുകൾ വേദികളിൽ ചോദിക്കാറുണ്ട് ഈ പാട്ടൊന്ന് പാടാമെന്ന്. അപ്പെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ പുള്ളി പാടിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വേദികളിലൊക്കെ പാടിപ്പോ നമ്മള് നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്. നമ്മള് എഴുതിയൊരു പാട്ട് വേദികളിൽ കേൾക്കാൻ തുടങ്ങും. അതാണല്ലോ ജീവൻ കൊടുത്ത് ജീവിച്ചു പോണല്ലോ. അത് എന്നിട്ട് പറയാ ആരോടും അങ്ങനെ ഒരു ഇഷ്ടക്കുറവോ ഒരു അല്ല, ചേട്ടൻ കഴിവുള്ളൊരു കലാകാരന്. ചേട്ടൻ ആ പാട്ട് പോയാൽ പാട്ടിൽ ചേട്ടൻ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ വർഷം സമിതികൾക്ക് വേണ്ടി എത്ര പാട്ടില്? ഞാനിപ്പോ ഇപ്പൊ തന്നെ ഇന്നലെ വരെ ഒരു 7 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 3 കൂടി ചെയ്യണ്ട. 10 ഈ തവണ അവസാനിപ്പിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾ പല പാട്ട് എഴുതുന്നവരുണ്ട്. അപ്പൊ എല്ലാ ടീമിലും മത്സരം വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടീമിനും എഴുതുന്ന ഞാനാണെങ്കിൽ തന്നെ എല്ലാ ടീമിലും എന്റെ പാട്ടുകൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കത്തിക്കുത്തിട്ട് അത്ര കാര്യം. കാരണം ഏഴുകളിലൊക്കെ കുറെ തല്ലുപാട്ടുണ്ട്, കഥയുണ്ട്. അപ്പൊ എന്താ പറയുക, ഞാനത് 10 പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ. അത് കുറച്ച് ടീമുകള് പുതിയതായിട്ട് വന്നവരുണ്ട്. പിന്നെ ലേഡീസിന്റെ 4 ടീം വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർക്കും ചെയ്തു കൊടുക്കണം. കാരണം നമുക്കിത് അറിയാവുന്ന ഒരു കലാരൂപം ആയതുകൊണ്ടല്ല അവരെ നമ്മളെ വിളിക്കണേ. അപ്പൊ ആരോടും അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഒരു ആഗ്രഹം. കാരണം ഇതിപ്പോ അങ്ങനെ ടീമുകളോ വ്യക്തികളോ നോക്കിയിട്ടൊന്നും എഴുതാൻ പറ്റിയ സംഭവമല്ല. ഇത് നമ്മള് കഥകൾ അതായത് രാമായണത്തില് അതിലിപ്പോ ചില ജഡ്ജ്മെന്റ് ഇപ്പൊ പുതിയതായിട്ട് വന്നപ്പോ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞായിരുന്നു ഒരു കഥ പാടിയത് വേറെ കഥ പാടരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കഴിഞ്ഞ തവണ 2-3 പാട്ടുകളൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ മറ്റു ടീമിൽ പാടാ അല്ലെങ്കിൽ പാടാണ്ടിരിക്കുക എന്നുള്ളതല്ല. അതിന് കൊടുത്തിരിക്കുന്ന സംഗീതം, അതിന് കൊടുത്തിരിക്കുന്ന രചന, അത് അവർ ചെയ്യുന്ന പ്രസന്റ് ചെയ്യുന്ന ആ രീതിക്ക് അനുസരിച്ച് വേണം നമ്മളിതിന് മാർക്കിടാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാമായണം അല്ലാത്തൊരു കഥയിൽ വേറെ ഇത് ബാലരമയിൽ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ രാമായണമായിട്ട് ഓരോ വരുന്ന കഥാപാത്രങ്ങൾ മറ്റൊരു കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങളാണത്. അപ്പൊ പറഞ്ഞ ഒരു രാമനായാലും ലക്ഷ്മണനായാലും ഇവരെ കുറിച്ച് സെപ്പറേറ്റ് ഒക്കെ എഴുതുമ്പോൾ തന്നെ ഇവരുടെ കഥാഭാഗം ഇതിൽ കയറി വരും. എല്ലാ പാട്ടിലും അപ്പൊ ഈ കഥയായിട്ട് സാമ്യം തോന്നുമ്പോൾ ആ പാട്ട് മാറ്റി വെക്കേണ്ടി വരും. അത് എഴുതുന്നവർക്ക്, പാടുന്നവർക്ക്, അത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു 60 കലാകാരന്മാരുടെ അവസ്ഥ ആലോചിക്കുക. കാരണം ഈ കൂലിപ്പണി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് അവർക്ക് കിട്ടുന്ന റെസ്റ്റ് സമയം കൊണ്ടാണ് അവർ ഈ 3 മാസം കൊണ്ട് ഈ ഒരു കലാരൂപമായിട്ട് അവർ വരുന്നത്. അത് തന്നെ ഒരു 2-2.5 മാസം അവരാ ഒറ്റ കളിനെ ഒരു 2 മണിക്കൂർ കൊണ്ട് വിലയിരുത്തുന്നവരാണ് ഈ മാർക്കറ്റായിരിക്കുന്നത്. അപ്പൊ അവരോട് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രാമായണമായിട്ട് ഉൾപ്പെട്ട കഥയാണ് അവർ പാടുന്നതെങ്കിൽ അവരുടെ കളി വിലയിരുത്തിക്കൊണ്ട്, അവരുടെ പാട്ട് വിലയിരുത്തിക്കൊണ്ട്, അവരുടെ ട്യൂണ് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ജഡ്ജ്മെന്റ് തയ്യാറാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനി നാളെ ഈ കലാരൂപം നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ തുടങ്ങി വെക്കാനുള്ള യുവതലമുറ വേറെ ഇല്ല. ഇത് അവരിപ്പോഴും നിലനിന്ന് കൊണ്ടുപോകുന്ന അവർ സാമ്പത്തികം മാത്രം നോക്കിയിട്ടില്ല. ഈ 60 ആൾക്ക് പങ്കുവെച്ച് വരുമ്പോൾ കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ദിവസം പണിക്കാശ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് എപ്പോഴും നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കാരണമാണ് ഞാനിപ്പോൾ ഇത് എഴുതുന്നത്. കാരണം ഇതൊന്നും കിട്ടാത്ത ആളാണ് ഞാനിപ്പോൾ എഴുതുന്നപ്പോൾ പറഞ്ഞു. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലനിന്ന് പോവാ എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെജൻസിലായിട്ടുള്ള ഒരുപാട് സുരേന്ദ്രേട്ടൻ, പ്രദീപേട്ടൻ, അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അതായത് സദാചാരനൊക്കെ അവർ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ അവര് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാസറ്റ് ചേട്ടൻ ഇറക്കിണ്ടായിരുന്നു, CD ഹിറ്റ് പാട്ടുകള്, പൂനിലാവ്. അതല്ല അതിന്റെ ഹൈലൈറ്റ്. അതിലൊരു ഗാനം ചേട്ടൻ പാടിയിട്ടുണ്ട്. അതാണ് അതായത് മനുവിന് ഒരു 3 പാട്ട്, സജീഷ് 2 പാട്ട്, അങ്ങനെ ഹിറ്റ് പാട്ടിൽ കൊടുത്തിരുന്നത്. അത് ഇതം പറയാതെ അതിലുണ്ടായിരുന്നു. പിന്നെ സജീഷ് ഇപ്പൊ കൈകൊട്ടികളി വേദികളിലൊക്കെ കേൾക്കണ കവളിനൊരു കുങ്കുമം, ആ പാട്ട് സജീഷ് പാടി. അതുകൂടാതെ തന്നെ അതിൽ ലാസ്റ്റ് ഒരു പാട്ട് ചേട്ടൻ പാടിയിട്ടുണ്ട്. അതിന്റെ വരി 2 വരി ഒന്ന് ഓർമ്മിച്ചൊന്ന് പാടാമോ?
അതന്ന് കാസറ്റിൽ പാടാൻ ഒരു കഥയും കൂടി പറഞ്ഞു തന്നെ. അത് ഞങ്ങൾക്ക് അന്ന് സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം റെക്കോർഡിങ്ങിനായിട്ട് നമ്മൾ സ്റ്റുഡിയോ നമ്മൾ ഏറ്റെടുത്തായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും അന്ന് എന്താ പറഞ്ഞാൽ ഏറ്റവും ഹിറ്റ് പാട്ടുകൾ പാടുന്ന രണ്ടുപേരുണ്ട്. അപ്പൊ അവര് പാടി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു വേദി അപ്പൊ നമുക്ക് ടൈം ഒരുപാട് മോശം തോന്നുന്നു ഇതിൽ വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാട്ട് കൂടി ചെയ്യാനുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനോ പാടി കേൾപ്പിക്കാനോ നമുക്ക് ടൈമില്ല. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടി തീരുമാനിച്ചപ്പോൾ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ എഴുതിയേക്കുന്നത് ഞാനാണ്. ഇത് രചന ഞാൻ സംഗീതമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ പുതുമയെന്ന് ഒരാളെ കൊണ്ടുവന്നത് ശരിയാവില്ല, നേരമില്ല നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ചുമ്മാ ഒന്ന് പാടിയിട്ട് നോക്കിയതാണ്. അപ്പൊ അത് ഇന്നിപ്പോ യൂട്യൂബിൽ ഇതൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് അത് ഏത് ആളോട് പാടിയത് ആ പാട്ടോടുകൂടി. പിന്നെ അയാളുടെ പാട്ട് കേൾക്കാൻ അത് അന്ന് പാടിപ്പോ അറിയാണ്ട് ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും പാടി കേട്ടൊരു ട്യൂൺ വോയിസ് അല്ലല്ലോ അതിന്റെ. അപ്പൊ അങ്ങനെ പാടി കേട്ടപ്പോ അവർക്ക് അത് പാട്ട് ഒരുപാട് ഇഷ്ടമായി. പിന്നെ പാടാതിരുന്ന വെച്ചാൽ ആ ഇഷ്ടം നമ്മള് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ഭയം പോലെയാണ്. അന്ന് പോയ അത് ഉപ്പിലിട്ടതാവില്ല, ഉപ്പോളം വരില്ല ഉപ്പിലിട്ട. അപ്പൊ ഞാനത് അറിയാണ്ട് പഠിപ്പത് അങ്ങനെ വന്നു. ഭംഗിയായി എല്ലാവരും പറഞ്ഞു രണ്ടുപേരും ഓർമ്മയുണ്ടെന്ന് അത് പാടാം. അപ്പൊ ആ ഒരു 12 വർഷത്തെ സ്റ്റോറുകൾ നമുക്ക് അത് പോട്ടെ. അപ്പൊ കഴിവ് എഴുതിക്കൊണ്ടിരിക്കുക, എഴുതി പാട്ടില് മുന്നോട്ടല്ലേ. പൊന്മകൻ ഇന്ദ്രജിത്തെ അമ്മ വിളിക്കുന്നടാ, ഈ വിളി കേൾക്കുന്നില്ലടാ എന്നും നീ എങ്ങു പോയി പൊരുളേ. രണഭൂമിയിലോടിയണഞ്ഞ് മണ്ടോദരിയാകെ തിരഞ്ഞ് കണ്ണീരോ പെരുമഴ പോലെ ചോരയിലായി വീണു കലങ്ങി. അമ്മക്കിനി കൂട്ടായി ആരടാ എന്നും നീ ജീവന്റെ മുത്തേ പൊരുളേ. തലയറ്റ ശരീരം കണ്ടു, ഉടലോടെ നയിച്ചതു കണ്ടു, കുറുനരികൾ കൂട്ടമതോടെ ചോര വീണ മണ്ണിലണഞ്ഞു. ഹൃദയം തകരും നീ കാഴ്ചകൾ കണ്ടമ്മ, ചുടുമണ്ണിൽ വീണു പിടഞ്ഞു. എത്ര വർഷമായിട്ട് അത് ഓർമ്മയില്ല. ചേട്ടൻ സൃഷ്ടി ചേട്ടൻ മറക്കാൻ 14 വർഷമേ. അതെ, എന്തിനായിരുന്നു പാട്ട്. പക്ഷെ ആ പാട്ട് ഇത്രയും വേദികള് കഴിഞ്ഞിട്ടും ആദ്യം ചോദിച്ചു വന്നത് നീ മാത്രം അല്ല. നമ്മള് അത് പാട്ടിൽ കേട്ട ഇഷ്ടമുള്ളത്. ഞാനൊന്നും മേടിച്ചിരുന്നു ആ കാസറ്റ്. നമ്മൾ അന്ന് അത്ര പരിചയമില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടെങ്കിലും. അപ്പൊ അതാണ് ചേട്ടൻ അതിനാ കാസറ്റ് ഞാൻ സമ്മാന കൂപ്പൺ വെച്ചിട്ടുണ്ടായില്ലല്ലോ. സമ്മാന കൂപ്പൺ ഇല്ലെങ്കിലും നമ്മൾ ഈ ഓണങ്ങളിപ്പാട്ട് അതാണ് പറഞ്ഞത്. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെ എന്തായാലും അന്നൊരു ഗംഭീര കച്ചവടം നടത്തിയെന്നും പറഞ്ഞു. അതായത് കോനൂര് ഭാഗത്തായിരുന്നല്ലേ അത് ഒരുപാട്. അത് ചില അന്നത്തെ ഇറങ്ങിയ CD അന്ന് ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയപ്പോ പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ലെജൻഡുമാര് സുരേന്ദ്രന്റെ പാട്ട്, അതുപോലെ സുകേഷ് അവരൊക്കെ പാട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് ഇതില് ഫ്ലെക്സ് ബോർഡിലൊക്കെ കണ്ടപ്പോഴല്ലോ ഇതൊരു ഏതൊരു മുതല് എന്താ കാണിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അങ്ങനെ കുറെ ആൾക്കാര് വാങ്ങിച്ചു കൂട്ടി. ഇതിന്റെ വേറെ കേസില് ഈ പാട്ടില് മനുക്ക് വേദിയിൽ പാടിയിട്ടുള്ള പാട്ടില്ലേ, ഒരുപാട് വേദികളിൽ പാടുന്നുണ്ട്. ഈ പാട്ടുകൾ കേട്ടണ എന്തായാലും ആ കാസറ്റ് മേടിച്ചിട്ടും. കാരണം ഈ കളിക്ക് കേൾക്കുന്ന രീതിയും കാസറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാമല്ലോ. അത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ പാട്ട് അത്രയും വിജയിച്ചതുകൊണ്ടാണ് അല്ലേ. അതുപോലെ തന്നെ കുറെ ചിന്തുപാട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ചിന്തപാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുള്ള കാലം എന്ന് പറഞ്ഞാൽ അച്ഛനൊരു സ്വന്തം ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ കൂടെയുള്ള കുറച്ച് ടീംസിൽ അപ്പൊ അവർക്കൊക്കെ ഒരു ഇത് വിട്ടുപോകാൻ മടി. അപ്പൊ ഞാനപ്പോ ഒന്നുകൂടി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ആവേശം നിൽക്കണം. അപ്പൊ ഞാനത് അവരെ കൂടെ നിന്ന് പാടി പഠിച്ച്. അപ്പൊ അന്നൊക്കെ പുതിയ പാട്ടുകൾ കിട്ടണ വരെ പാടാ, പഴയൊക്കെ നന്നാനൊക്കെ വെച്ച് പാടണം. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടിയൊരു പാട്ട് എഴുതി. അന്ന് എഴുതിയ പാട്ട് ഇപ്പൊ അത് പാടി കഴിഞ്ഞപ്പോ അത് അവരുടെ ഉള്ളിലൊരു വലിയൊരു സംഭവമായി മാറി. അങ്ങനെയാണ് എന്നെക്കാളും മൂത്ത ആൾക്കാരുടെ ഉള്ളിൽ ഞാൻ ആശനായത്. പിന്നെ അതിപ്പോ 25 വർഷമായിട്ട് ആ ടീം കലാലയൊക്കെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇതിൽ ടീമിൽ പാടുമ്പോൾ തന്നെ മറ്റു ടീമുകൾക്ക് ഒരുപാട് ടീമുകൾക്ക് നമ്മൾ പാട്ടുകൾ ഇത് ചെയ്തു കൊടുക്കാറുണ്ട്.
നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നതിന് എൻ്റെ മാത്രം ഒരു ഗുണം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിലെല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന 10-20 പേരുണ്ട്. അവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്നുള്ള ടീമുകളൊക്കെ വന്ന് ചോദിക്കും നമ്മൾ ഈ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ പുതിയ പാട്ടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ നമ്മളെ സ്നേഹിക്കുന്നു എന്നറിയുന്നത് വളരെ കേട്ട് നല്ല പരിചയമുള്ള പാട്ട്. അതായത് ശംഖ് കടഞ്ഞെടുത്ത ആ ഒരു പാട്ട്, അത് ചേട്ടൻ്റെ പാട്ടല്ലേ? അത് എൻ്റെ പാട്ടാണ്. ആ ചേട്ടൻ ഓർമ്മയുണ്ട് രണ്ടുപേരും. അതായത് ശംഖ് ഇപ്പൊ എൻ്റെ പുറമേക്ക് അധികം പോയിക്കണ പാട്ടുകൾ ഒന്ന് അറുമുഖന്റെ ഈ ശംഖ് കടഞ്ഞ പാട്ടുകൾ. അതില് നമുക്ക് ഇഷ്ടപ്പെട്ടത് അറുമുഖന്റെ ആയിരുന്നു. പക്ഷെ ആൾക്കാര് അത് എന്തോ ഏറ്റെടുത്തേക്കുന്നത് അത് ഗംഭീരം പാടി കേട്ടതൊക്കെ. അത് നമ്മളൊരു പാട്ട് ഇറക്കുന്ന എല്ലാ ടീമുകളും, അതായത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ റെക്കോർഡ് എടുത്തിട്ട് പഠിച്ച് പാടുക, അതാണ് അതിന്റെ രീതി. അത് പാട്ട് പോണം, പാട്ട് ഇങ്ങനെ അപ്പോഴും ആളുകൾ അറിയണില്ല എന്നുള്ളൂ ഈ പാട്ട് ഇന്നാളത്. ആ വരിയൊന്ന് രണ്ടുപേരും ശംഖു കടഞ്ഞെടുത്ത പൊൻകഴുത്തിൽ നാഗമാലയണിയുന്ന ശങ്കര, നാഗമാലയണിയുന്ന ശങ്കര, ത്രൈലോക സുന്ദരൻ വൈകുണ്ഠവാസിതൻ മോഹിനി രൂപമോടെ വന്ന നാൾ മോഹിച്ചു നീ പുണർന്നു ശങ്കര, ശംഖു കടഞ്ഞെടുത്ത പൊൻകഴുത്തിൽ നാഗമാലയണിയുന്ന ശങ്കര, നാഗമാലയണിയുന്ന ശങ്കര. അതുപോലെ മനോജ് ചേട്ടൻ കുറെ അധികം ടീമുകളിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിലവില് അതുപോലെ ഈ ഇപ്പൊ മനസ്സിലേക്ക് ഓടി വന്ന ഒരു തെരളിപ്പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സര ഗാനത്തിന് ചേട്ടൻ വേദിയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് രണ്ടുപേരും ഓർത്ത് പാടാം. കാരണം ചേട്ടൻ തുറന്ന പാടുന്ന പാട്ടല്ലേ? അത് ബാക്കിയുള്ള ട്യൂൺ പാട്ടൊക്കെ പറഞ്ഞ് പതിച്ച് പാടുമ്പോഴും ചേട്ടൻ ട്യൂൺ തന്നെ ആയപ്പോലും തുറന്ന്, അതായത് മൈക്ക് വേണ്ട ശരിക്കും പറഞ്ഞ അങ്ങനെ പാടുന്നത്. ഒരു രണ്ടുപേര് ചേട്ടാ ഓർമ്മയിൽ വരുന്നു. കനലിൽ പൂത്ത മലരേ കഥ അറിയും കാലയഴകേ, ഇതളടർന്ന് അകലെ മറഞ്ഞ തളിരേ, മണ്ടോദരി ആത്ത് കരഞ്ഞ് ആരണഭൂമിയിൽ നെഞ്ചു തകർന്ന്, മേഘനാഥൻ ഇന്നു മറഞ്ഞ് മേഘപടലങ്ങൾ വാനിലുയർന്ന്, നിന്റെ വദനമെവിടെ, നിൻ കൊഞ്ചുമൊഴികളെവിടെ, പഞ്ചവാണനഴകേകും ചൊടികളെവിടെ, കനലിൽ പൂത്ത മലരേ കഥ അറിയു കാലയഴകേ, ഇതളടർന്ന് അകലെ മറഞ്ഞ് തളിരേ. അതുപോലെ തന്നെ ഇന്നിപ്പോ റിജാന്റെ അടുത്ത് വന്നേക്കുന്നത് പാട്ട് എഴുതിക്കാണ് കൊണ്ടുവന്നേക്കാല്ലേ? എഴുതി തുടങ്ങിയിരുന്നോ? ചെറിയൊരു സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു രണ്ടുപേരും അതിന്റെ നമുക്ക് ചേട്ടന്റെ സൃഷ്ടി, അതായത് ചേട്ടൻ്റെ ടൂണില് റിജാന്റെ വരികളില് അത് ചെയ്തിട്ടില്ല. ഞങ്ങള് അതിനെ കുറിച്ച് നമ്മൾ എഴുതണമെങ്കിൽ പുള്ളിയുടെ ഒരു വോയിസിലേക്ക് നമ്മൾ എത്തണം. പുള്ളി അത് നമുക്ക് ഇതിപ്പോ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് നാളേക്കുള്ള സംഭവം അത് ഒരു ഭാഗമാവും. അത് പുള്ളിക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്നാണ്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ ഈ 1000 താരങ്ങൾ ചെയ്തത് ഒരു രാത്രി കൊണ്ട് ചെയ്താന്നറിയാം ആ പാട്ട്. എന്ന് പറഞ്ഞാലും ഇപ്പൊ ടൂൺ കിട്ടി കഴിയുമ്പോ എന്തായാലും നാളെ ചേട്ടൻ പാട്ട് മേടിക്കാൻ വേണ്ടി വരേണ്ടി വരും അല്ലേ? ചേട്ടൻ്റെ ഒരു ഡെഡിക്കേഷൻ, അതായത് ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ അത് ചെയ്ത് തീർത്തതിന് ശേഷം അല്ലേ? അത് വേറെ ചിന്തില്ല. കാരണം ഞാൻ പുള്ളി മാത്രമല്ല, ആ പാട്ട് വരുമ്പോൾ അവർക്കത് അവരാവശ്യം വരുമ്പോഴാണ് ഓടി വരുന്നത്. അവർ മുൻകൂട്ടി പറയുന്നത് അവർക്ക് നാളെ പാട്ട് വേണമെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വന്നു ചോദിച്ചാൽ നമ്മള് ചൊവ്വാഴ്ച നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങും പൊട്ടിച്ചു കൊടുക്കുന്ന സാധനമല്ല. അപ്പൊ നമുക്കിത് എഴുതാനുള്ള ടൈം അവർ തരില്ല. പിന്നെ അത് മാത്രമല്ല, അവർ വിളിക്കുമ്പോൾ തന്നെ ചില പാട്ടുകൾക്ക് നമുക്ക് ട്യൂൺ കണ്ടെത്തണം. അത് അധികം പാട്ടുകളും ചേട്ടൻ തന്നെ ട്യൂൺ ചെയ്താണ്. അപ്പൊ എഴുതാനും എളുപ്പം കിട്ടും. ചിലപ്പോ അവർ തരുന്ന ട്യൂണുകളിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. കാരണം അത് നമ്മളോട് അവർ ചോദിക്കാണ്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്യൂണുകളിലേക്ക് അവരെത്തിക്കുക എന്നുള്ള നമ്മൾ ചെയ്യും. അപ്പൊ ചില പാട്ടുകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വെട്ടിത്തിറ്റി എഴുതേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ഇവരുള്ള പണിയെ നമുക്ക് എന്തായാലും ഹിറ്റ് മേക്കറാണ് അത്. ചേട്ടന് തരുന്ന പാട്ടും അതുപോലെ തന്നെ ഹിറ്റ് ആവട്ടെ അല്ലേ? അത് ഹിറ്റിന്നല്ല നമ്മുടെ അത് ചേട്ടന്റെ മനസ്സിന്റെ വലിപ്പമാണ്. അതായത് അല്ല ഈ ഭാഗത്ത് പാട്ട് കെട്ടിക്കിടക്കണ വെള്ളത്തിൽ രാജാവ് വേറെ അതെന്ത് വേറെ അല്ല. ചേട്ടൻ്റെ അടുത്ത് അന്വേഷിച്ച് വരുന്ന ചേട്ടനോടുള്ള ആ ഒരു വിശ്വാസമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അതായത് ചേട്ടൻ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പാട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് അത്രയ്ക്കും കൂട്ടായിട്ട് പെരുമാറാൻ പറ്റിയൊരു പെരുമാറ്റം. അപ്പൊ അതുകൂടി ആകുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് രണ്ടുപേർക്കും ചർച്ച ചെയ്ത് പാട്ട് വരുന്നവരൊക്കെ നമുക്ക് പറയാറുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു എഴുത്തുകാരനായിട്ടോ നിങ്ങൾ എൻ്റെ പാട്ടുകാരനായിട്ടോ ഒന്നും വന്നിരിക്കുന്ന കാര്യമില്ല. നമ്മള് നമ്മൾ കൂട്ടുകാരന്മാരും. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിനക്ക് പാടാം. അത് സിനിമ പാട്ടായാലും നാടകമായാലും നാടൻ പാട്ടായാലും പാടാം. ഞാനിതിൽ നിന്നെ എന്നിട്ട് ക്യാച്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ അപ്പം നോക്കുന്നത് അവരുടെ വോയിസ് കൺട്രോളിങ്, അവർക്ക് പോകുന്ന ഹൈ പിച്ച് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മള് വിളിച്ചതിനാണ്. അപ്പൊ ആളിപ്പോ എങ്ങനെ പാഴപ്പം നന്നായിട്ട് പാടും. അപ്പൊ ആൾക്ക് വേണ്ട സംഭവം എന്നിട്ട് കുറച്ചായി. അപ്പൊ അവിടെ നമ്മളിപ്പോ അവിടുത്തെ മസാല കൂട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് അവർക്ക് വേണ്ടത്. അല്ലാതെ ഇവര് അവിടെ ഫോൺ കോഡ് വിളിച്ചിട്ട് ഞാനിവിടെ ഫോൺ കോഡിൽ നിന്ന് ചെയ്തിട്ട് ചിലപ്പോ പാട്ടൊരു വേദിയിൽ സിങ്ക് ആവും. അപ്പൊ അങ്ങനെ വന്നേക്കുന്നതാണ്. അപ്പൊ പുതിയ പാട്ടിന് പുതിയ ചർച്ചകളിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ എന്തായാലും എന്ന് പറഞ്ഞാൽ അത് അടുത്ത് തന്നെ വരും. അതും ഗംഭീര വിജയമാവട്ടല്ലേ? കാരണം അതിന് പറയാനുണ്ട്. കാരണം ചെയ്ത പാട്ടുകളൊക്കെ അല്ലെ എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റേതില് മനുവിന്റെ പാട്ട്, മനു പാടുന്ന മിക്ക പാട്ടുകളും ചേട്ടൻ തന്നെ ചെയ്തത്. മനുവിന്റെ ഒരു 10-12 വർഷമായിട്ട് മനു പാടുന്ന പാട്ടുകളൊക്കെ അപ്പൊ തന്നെ അറിയാം ആ പാട്ടിന്റെ ഒരു അതെ ട്യൂൺ പാട്ട് പറഞ്ഞാൽ, അതായത് പാട്ട് പാടി ആ ഒരു ട്യൂണില് ചേട്ടൻ. അത് എന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ അവനെ കാണുമ്പോൾ പരിചയപ്പെട്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വോയിസിന് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി തോന്നിയിട്ടുള്ള ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ അവനാണ്. അപ്പൊ ഞാൻ ഇടുന്ന ചെറിയ മൂളക്കം പോലെ അവനെ ക്യാച്ച് ചെയ്യാൻ അത് പറ്റും. അപ്പൊ അങ്ങനെ എഴുതി പോകുന്നതാണ്. അപ്പൊ പുള്ളിയുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാട്ടുകളൊക്കെ നമ്മൾ നീട്ടി കൊണ്ടുപോകുമ്പോഴൊക്കെ അത് എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്താൽ ആൾ പെട്ടെന്ന് പഠിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അതിലല്ലേ? അതാണ് എളുപ്പമുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ മറ്റുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വിളിച്ച് വരുത്തി അവർക്ക് നമ്മളിതിൻ്റെ ട്യൂൺ പറഞ്ഞു കൊടുത്ത് വരികളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചൊക്കെ പാടിക്കുന്ന ആൾക്കാർ ഗതികളുണ്ട്. അപ്പൊ ഒന്നാമത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എഴുത്തുകാരനാണ്. ഞാൻ വാർത്ത പറഞ്ഞില്ല പാട്ടുകാരനാണ്. അപ്പൊ അതിന്റെ കുറെ പരിമിതികൾ നമുക്ക് ഉണ്ടെന്ന്. ചേട്ടൻ്റെ ഈ ചെറുപ്പം, അതായത് ഈ എളിമയുണ്ടല്ലോ, അതാണ് ചേട്ടൻ്റെ വലിപ്പം. അത് ആളുകൾ ഇങ്ങനെ മുതലെടുക്കേണ്ടതല്ല. അത് അങ്ങനെ ചേട്ടൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഒരു പെരുമാറ്റം, അതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം വരുന്നല്ലേ? അതിനിപ്പോ അവർക്ക് പെരുമാറ്റത്തിനല്ല, അവരിപ്പോ നമ്മളോട് ചോദിച്ചു വരുമ്പോഴാണ് നമ്മളിപ്പോ പല സാധനങ്ങളും നമ്മൾ പാട്ടിൽ പല കഥകൾ എഴുതുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അവരോട് എളിമ കൊണ്ട് പെരുമാറിയാലും കാര്യമുള്ളൂ. കാരണം നമ്മുടെയൊക്കെ വിൽക്കാനുള്ളത് ചക്കകളൊന്നും പഴയാരും കിട്ടില്ല. അപ്പൊ നമ്മള് അവരോട് ചേട്ടൻ കച്ചവടമായിട്ട് എടുത്തിട്ടില്ല. ഇവര് ചെയ്യുന്ന പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പാടിയിട്ടുള്ള പാട്ടുകള് ഇന്നും ആൾക്കാർ കേട്ട് ഏറ്റുപാടുന്ന പാട്ടുകളാണ്. അപ്പൊ അവര് വരുമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇതിനേക്കാളും മേലെ നിൽക്കണം. അപ്പൊ ഞാൻ പരമാവധി ഇവരൊക്കെ വിളിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കാറ്. കാരണം ഞാൻ അപ്പൊ തന്നെ ഇവരുടെ പാട്ടുകളൊക്കെ മുന്നേ രാത്രി നിന്ന് പഠിക്കണം. ഞാൻ എഴുതിയ പാട്ടുകൾ തന്നെ ഞാൻ രാത്രിയിലേക്ക് ഇരുന്നിട്ട് ഞാൻ വീണ്ടും കേട്ട് നോക്കി. കാരണം അത് എനിക്ക് കേട്ട് നിർവൃതി കൊള്ളാനല്ല, ഇവന്മാരിത് എന്തിട്ടാ പാടി വെച്ചാണ് ചെയ്തു വെച്ചത്. കാരണം 8 പാട്ടൊക്കെ ഒരുമിച്ച് എഴുതുമ്പോഴുള്ള ഇത് ഏതൊക്കെ നമ്മള് മാറിപ്പോണെന്ന് അറിയാം. അപ്പൊ അവർക്ക് വരുമ്പോ അതിനേക്കാളും മികച്ച് ചെയ്തമ്മ എനിക്ക് 2 ദിവസം ഉറക്കം പോകും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞാൽ എന്റേതായിട്ട് കാര്യങ്ങൾ നടക്കണം. എനിക്ക് പണിയുടെ കാര്യം നടക്കണം. പിന്നെ ഫേസ്ബുക്കും വാട്സപ്പും ഇതൊക്കെ നോക്കണം. ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും അത് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഓണങ്ങൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിന്റെ അഡ്മിനാണ്. അല്ല ഇവരൊക്കെ പാടിയിട്ട് എന്തെങ്കിലും കേൾക്കാനുള്ള ഒരു ആകാംക്ഷ. കാരണം അപ്പൊ നമ്മുടെ ഇടയ്ക്ക് ഞാൻ കാണുന്നതിലൊക്കെ പോയി ലൈക്ക് അടിക്കാനും കമന്റ് ഇട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കാൻ പോകാറുണ്ട്. കാരണം ഞാൻ അവരവരുടെ ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ അവരത്ര പ്രോത്സാഹനം തേടിയിട്ട് വരുന്നതാണ്. അപ്പൊ ഒരു ലൈക്ക് അടിച്ചുകൊണ്ടെന്ന് എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അതിലൊരു പരാതി ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്നേഹമുള്ള സമയത്ത് അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന സമയത്തൊക്കെ അവർ ചെയ്താൽ മതി.
ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല അതെ, അതിന്റെ കാര്യം വെച്ചിട്ട് ആരും അറിയപ്പെടാണ്ട് പോയിട്ട് പറ്റിയതാ, അറിയപ്പെട്ടില്ല. അല്ല അറിയപ്പെടാണ്ട് പോയതിന് വിഷമമില്ല. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ മുണ്ടെടുത്തിട്ട് ഏത് റോട്ടിൽ കൂടെ നടക്കാനും അറിയപ്പെട്ട അയ്യോ ഇന്നാള് സെലിബ്രിറ്റി പിന്നെ കാണുമ്പോ തന്നെ വെള്ളം കൊണ്ട് ഷട്ടൊക്കെ ഇട്ടിട്ട് പാനൊക്കെ പോകല് കുത്തി 4 കൂറ് പിന്നെ കൂലിവാസം കൊണ്ടാണ്. അപ്പൊ ഇപ്പാമുള്ള ഏത് കാട്ടിക്കൂടെ സാധനം അങ്ങനെ പറ്റും. ഈ നാദം വിനോദേട്ടന് പാട്ടില ചെയ്തിട്ടുണ്ടോ? വിനോദേട്ടനെ മുന്നൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പുള്ളി ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പുള്ളിക്ക് സ്ഥിരമായിട്ട് പാട്ടുകൾ ചെയ്യുന്ന ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്. പുള്ളിയുടെ പാട്ടുകൾക്ക് കവർ ചെയ്ത് നമുക്ക് എത്താനും പറ്റാത്തൊരു സംഭവങ്ങളുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന ആള് വലിയൊരു ലെജൻസ് ആണ്. അപ്പൊ ഞാൻ പുള്ളി എന്നോട് ആഗ്രഹിച്ചെന്നാലും പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി അറിഞ്ഞാൽ കഴിഞ്ഞാൽ രുചു നമ്മളൊരു പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ആ പാട്ട് ചിലപ്പോൾ ഒന്നിങ്ങനെ നല്ല രീതിയിൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പാട്ട് ഇത്തിരി ഫ്ലോകും. അപ്പൊ ഇത് രണ്ടു വന്നാൽ രണ്ടാളും ബാധിക്കും. അപ്പൊ ഞങ്ങളിപ്പോ മേലു ഓണങ്ങൾക്ക് വന്ന പരിപാടി ഒരു പാട്ട് ചെയ്യണം. അപ്പൊ അതങ്ങനെ വെച്ചേക്കാം, ഓണങ്ങളില്ലാത്തൊരു പാട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ആളെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് ചെയ്യണമെങ്കിൽ അതൊരു നാടൻ പാട്ടോ അല്ലെങ്കിൽ ഒരു പാട്ട് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓണങ്ങളിലാണ് ഈ മത്സരം, മറ്റേലും മത്സരമില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ടുണ്ട് ആ ഒരു മികച്ച കലാകാരനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ അതാവുമ്പോ എന്ന് പറഞ്ഞാൽ ഓണങ്ങൾ പാട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പറയാം അത് നാദത്തിന്റെ പാട്ടെന്ന് പറയും, അതല്ലെങ്കിൽ നിസ്സരിയുടെ പാട്ട്, അല്ലെങ്കിൽ യൂതാന്റെ പാട്ടെന്ന് പറയും. ഇതൊരു ഭക്തിഗാനോ അല്ലെങ്കിൽ ഒരു ആൽബം സോങ് ഒക്കെ ആകുമ്പോൾ അത് എപ്പോഴത് വിനോദാന്റെ പേര് തന്നെ അറിയപ്പെടും. അതിന്റെ മൂലയ്ക്ക് ഒരു ഋജുമണി നിൽക്കുന്നുണ്ട്, ആർക്കും വലിയ കുഴപ്പമില്ലാന്ന് തോന്നണേ. അപ്പൊ അങ്ങനെ അത് ആർക്കൊരു മോശമില്ലാത്ത രീതിയിൽ ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ലത്. അപ്പൊ ആൾക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. ആളത് പറഞ്ഞേക്കുന്നതാണ് നമുക്കത് ഇത് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു വെച്ചാൽ അത് ഓണൽപ്പാട്ടുള്ള ആൾക്ക് ഇത് നിൽക്കട്ടെ എന്നുള്ള രീതിയിലുണ്ട്. എന്നാലും ഒരു ഓർമ്മ പോലും എഴുതിയിട്ടില്ല, എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്ക് ഫ്രീ ആക്കാകുമ്പോൾ ആള് വന്ന് പാടിക്കോളും. എന്നുവെച്ചാല് പുള്ളിക്ക് ഓരോ ചെയ്യുമെന്ന് പറയുമ്പോ എന്നിട്ട് പറയാ ആള് ചെയ്തു വെക്കാത്ത സംഗതികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഏത് മേഖലയിലേക്ക് എത്തിപ്പെടണം നമുക്ക് അറിയില്ല. പുള്ളിക്ക് എന്ത് കൊടുത്താലും പുള്ളി അതിന്റെ മേലെ ഇടുന്ന ആളാണ്. അപ്പൊ പുള്ളി ഏതെങ്കിലും ട്യൂണായിട്ട് വരാണെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ള സംഭവമാണ്. അപ്പൊ ആള് പ്രതീക്ഷിക്കണ്ടാവും ഇവൻ എന്തെങ്കിലും പാട്ട് ചെയ്തിട്ട് വിളിക്കിട്ടേന്ന് ചെയ്തിട്ടുണ്ട്. ആൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ആൾക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ നാടൻപാട്ട് ഒരു ചെയ്യുന്ന വിചാരിച്ചിരുന്നു. അതിപ്പോ ചെയ്ത് വെച്ചേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആള് കേട്ടിട്ടുണ്ട്. ഞാൻ ആളതാണോണ്ട് പഠിപ്പിച്ചപ്പോ ആള് അല്ലിമലർക്കാവിൽ കണ്ടൊരു പെണ്ണ് അവൾ അല്ലിമുല്ല തെച്ചി പൂമാല ചാത്തി അരയെന്ന നടനടയോടന്നരികിൽ വന്നൊരു നേരം ഇടനെഞ്ചില്ലാടന്ന് കാവടി കരകാട്ടം അല്ലിമലർക്കാവിൽ കണ്ടൊരു പെണ്ണ് അവൾ അല്ലിമുല്ല തെച്ചി പൂമാല ചാത്തി അരയെന്ന നടനടയോടന്നരികിൽ വന്നൊരു നേരം ഇടനെഞ്ചില്ലാടന്ന് കാവടി കരകാട്ടം തെയ്യം തിറയാടും കാവിൽ കാൽമുനതൻ കതിരാട്ടം കടക്കണ്ണിൽ നോട്ടം പൊന്നേക്കെന്തു ചന്തം തെയ്യം തിറയാടും കാവിൽ കാൽമുനതൻ കതിരാട്ടം കടക്കണ്ണിൽ നോട്ടം പൊന്നേക്കെന്തു ചന്തം പൊന്നാരം പാടുന്ന പാട്ടിൽ അഴകായി വിരിഞ്ഞവളെ പിന്നാരമൂടുന്ന ചേരി അഴകായി തുടിച്ചവളെ നെഞ്ചിൽ ആടൻ കാവടി കരകാട്ടം പൊന്നേ ഇടനെഞ്ചിൽ ആടൻ കാവടി കരകാട്ടം. അതൊക്കെ എഴുതുന്ന അതൊക്കെ ഇങ്ങനെ ചെയ്തു ചുമ്മാ പുള്ളി വരുമ്പോ പുള്ളിയോട് ചോദിക്കുമ്പോ പുള്ളി പറയാം അത് ഇങ്ങനെ ആക്കളാന്ന് റിജു എന്ന് പറഞ്ഞാൽ അപ്പ അത് അല്ല ഇതിപ്പോ റെക്കോർഡ് ചെയ്താൽ മതിയല്ലേ, സംഭവം വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ആളുടെ ശബ്ദത്തിലൂടെ ഇറങ്ങി കഴിയുമ്പോ ആൾക്കാർ സ്വീകരിക്കും. പിന്നെ ആള് എന്നിട്ട് പറയാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ പാടാൻ കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു വോയിസിന്റെ അപ്പൊ ആളുടെയിലൊക്കെ എത്തുമ്പോൾ നമ്മളൊക്കെ അറിയപ്പെടാൻ പോകുന്നതൊക്കെ ആളുടെ ഇതിലൊക്കെ വരായിരിക്കും. കാരണം ഇതൊക്കെ ആള് ചെറുതായിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന് ആളുടെ ഒരു ചെറിയ
ഒരു കാര്യം വരുന്നുണ്ടല്ലേ, ഒരു ചെറിയ ബ്രേക്ക് ഒരു പിന്നെ സാധനമൊക്കെ ആള് ഗംഭീരമായിട്ട് നൽകും. പിന്നെ നമുക്കൊക്കെ ആളെ എത്തിപ്പെടാനുള്ള ഒരു ചെറിയ ഒരു ഇത് വരും. അല്ല ഇത് എന്തായാലും ഇറങ്ങട്ടല്ലേ, ഇറ്റാവട്ടെ. അത് പുള്ളിയുടെ വഴിയൊക്കെ നോക്കിയിട്ട് നമ്മള് ഒരു സമയം കണ്ട് അല്ല പേടിക്കണം. അതിപ്പോ ഇറങ്ങണേക്കും വരുന്ന നിനക്കോട് ചെയ്യിക്കാം. അത് പുള്ളിനെ കാണുമ്പോ ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളോട് പറഞ്ഞായിരുന്നു, ചേട്ടാ കാര്യം പറഞ്ഞില്ല, ആൾക്ക് തിരക്കുണ്ട്, ആള് തിരക്കിട്ട് പോകണം. ഇല്ല ഇത് എന്തായാലും വീഡിയോ ഇറങ്ങുമ്പോൾ ആള് കാണാണ്ടിരിക്കില്ല, കണ്ടു കഴിയുമ്പോ അതല്ല ഈ സീസൺ ഇറങ്ങണല്ലേ, ഈ ഓണങ്ങളി സീസൺ കഴിഞ്ഞ ഈ തല്ലിമഴക്കില് ഇപ്പൊ പാട്ട് പഠിക്കാൻ തിരക്കുള്ളൂ. എല്ലാ പാട്ടുകൾക്കും ഒരു സമയമുണ്ട്. ചിന്തുപാട്ടിന് ഒരു സമയമുണ്ട്, ഓണങ്ങൾക്ക് സമയം, നാടൻപാട്ടിനുണ്ട്. ഇപ്പൊ നാടൻപാട്ടിന്റെ ഒരു അംഗം ഘോഷണൊക്കെ കഴിഞ്ഞിട്ട് ആള് കൊട്ടംകളി പരിപാടി കഴിഞ്ഞ് ആള് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണങ്ങളിലേക്ക് ഇറങ്ങിയാണ്. അപ്പൊ പുള്ളിക്കും വേണ്ട റെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി വരുമ്പോഴൊക്കെ നമ്മൾ ഈ ചേട്ടാ ഇത് കാണുള്ളൂ. ചേട്ടൻ എഴുതിയ പാട്ടുകളിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള നല്ല കൂടുതൽ ഇഷ്ടം തോന്നിയേക്കുന്ന ഒരു പാട്ട് എന്ന് പറയാൻ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിയിട്ട് ഇഷ്ടപ്പെട്ടത് 1000 താരം എന്നുള്ള പാട്ട് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അന്ന് ഞാൻ ഈ പാട്ടിൽ എഴുതി ഞാനത് വെളുപ്പിന് 3 മണിക്ക് ഇരുന്ന് എഴുതിയിട്ട് വെളുപ്പിന് 3 മണിക്ക് ഞാനത് ഇതിൽ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ 1000 താരങ്ങൾ എന്നൊക്കെ ഞാൻ എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുറ്റത്തേക്ക് എന്റെ സമയത്താണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആകാശമൊക്കെ പൂത്തിറക്കുന്നുണ്ട്. അപ്പൊ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ ആദ്യത്തെ വരി ഇങ്ങനെ ചെയ്തു പോയിട്ട് പിന്നെ ഞാൻ പോയി കിടന്നിട്ട് പിന്നെ എനിക്ക് നമുക്ക് ഉറക്കം വരാത്തൊരു ദിവസമായിരുന്നു. അതെന്താ ഈ പാട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പറ്റുന്നുണ്ട്. അങ്ങനെ എഴുതിയിട്ട് 5:45 ആയപ്പോഴേക്കും അതിന്റെ ഒരു 8 അടിയോളം ഞാൻ ആ പാട്ട് ചെയ്തു. അത് ശരി. പിന്നെ 4 അടി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാഴ്ച സമയം എടുത്തുള്ളൂ. കാരണം ഞാൻ ഒരാഴ്ച സമയം എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലൈമാക്സ് ആണ്. അത് എവിടെയും കൊണ്ട് എത്തിക്കണ്ടേ. അപ്പൊ നല്ല കഥയിൽ കൊണ്ട് മാറ്റണം, കുറച്ച് വെട്ടിത്തിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊക്കെ ചെയ്തു. അപ്പൊ അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ടുണ്ടായൊരു പാട്ട് അത് മാത്രമേ. ബാക്കിയെല്ലാം ബാക്കി പാട്ടുകളൊക്കെ ഞാൻ ഒരു 4-5 ദിവസമൊക്കെ നേരെ ചേർത്തിട്ട് ചെയ്തിട്ടുണ്ട്. മടിയാണോ അല്ലെങ്കിൽ അല്ല എഴുതുമെന്ന് വെച്ചാലേ ആദ്യത്തെ വരി 4 വരി എഴുതി കഴിഞ്ഞു പിന്നെ ഇവർക്ക് നമ്മൾ നേരിട്ട് കയറുന്നത് കഥയിലേക്കാണ്, രാമായണത്തിലേക്കാണ്. അപ്പൊ ഇവർക്ക് ഗംഭീര മത്സരകളി കളിക്കുമ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന പാട്ടുകൾ ഗംഭീര മത്സരകളി കളിക്കും. അപ്പൊ നമ്മുടെ വർണ്ണനകൾ മാത്രം ഇത് എഴുതിയിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ രാമായണത്തിലുള്ള കഥാഭാഗം കൊണ്ടുവരണമെങ്കിൽ എന്നെക്കാളും മികച്ച രീതിയിൽ രാമായണത്തെ കുറിച്ച് അറിയുന്നവരോട് ബാക്കി പാട്ടുകൾ കേട്ടിട്ടുള്ളൂ. ഞാനുണ്ടെങ്കിൽ ബാലരമ വായിക്കണവര് ആദ്യത്തെ പേജ് വായിച്ചിട്ട് പിന്നെ വായിക്കുന്ന 6 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാനപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കഥാരൂപം എടുക്കുമ്പോൾ ആ കഥാരൂപം മാത്രം ഞാൻ 2 രാത്രി ഇന്ന് വായിക്കും. എന്നിട്ടാണ് നമ്മൾ എഴുതും. കാരണം വെച്ചാൽ അതിൽ എഴുതിയേക്കുന്നത് മൊത്തം സംസ്കൃത പദങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ തർജ്ജമ ചെയ്ത് മലയാളത്തിലൊക്കെ ആക്കി വരുമ്പോൾ എനിക്ക് സമയം എടുക്കും. കാരണം വെച്ചാൽ വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് അപ്പൊ മുസ്ലിം ഭാഗത്തായിട്ട് അപ്പൊ അവിടെ അപ്പൊ ഞാനിതൊക്കെ ആക്കി വരുമ്പോൾ തന്നെ സ്റ്റൈലിലേക്ക് ആവണം. അപ്പൊ ചില വാക്കുകളെ കിട്ടാൻ വേണ്ടി 2-3 ദിവസം എടുക്കേണ്ടത് വരും. കാരണം ഞാൻ ഭരതൻ അല്ലെങ്കിൽ ശത്രുഘ്നൻ അല്ലെങ്കിൽ നമ്മള് ശ്രീരാമൻ എന്നൊക്കെ എഴുതുമ്പോൾ ഒരു രാമായണത്തിൽ നമുക്ക് മിക്ക ആൾക്കാരുടെ പേര് 2 പദങ്ങളുണ്ടാവും. ശ്രീരാമനെ കുറിച്ച് പല വാക്കുകളുണ്ട്. അപ്പൊ ചില വാക്കുകളൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ശത്രുഘ്നത്തെ എഴുതേണ്ടി വരും. ഞാൻ ഇഗ്നത്തിന് വേണ്ടി 3 ദിവസം ഇരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളിക്കണ്ടേ, എനിക്കിത് ട്യൂണിൽ കൊള്ളിക്കണം. അപ്പൊ ഞാൻ രാമായണത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ഈ പുള്ളിയുടെ കുറിച്ച് വേറെ പാട്ടുകൾ അല്ല പേരുകൾ ഉണ്ടാവില്ലെന്ന്. അപ്പൊ ഞാനൊക്കെ ഇതൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പോൾ 2-3 ദിവസം പിടിക്കും. പിന്നെ അത് കിട്ടാണ്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ശത്രുഘ്നെ ആദ്യം എഴുതി, എന്നിട്ട് മുന്നേ എഴുതി 2 പേര് വെട്ടി കളഞ്ഞിട്ട് ഈ ശത്രുഘ്നിലേക്ക് ആ ലാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അത് എഴുതി ചേർക്കാൻ ചെയ്യണം. കാരണം പുതിയ വാക്കുകൾ കണ്ടെത്താനായിട്ട് സ്കൂളിൽ പോയപ്പോൾ പറ്റിയില്ല, ഇപ്പോഴും പറ്റിയിട്ടില്ല. നമ്മളിനി ഒരാൾക്ക് പേരിടാനും പോകില്ല. അപ്പൊ അങ്ങനെ കുറവാണ്. അപ്പൊ മറ്റേ വിശ്രവസ് വൈസ് റോഡ് എന്നൊക്കെ വരുമ്പോഴേ നമുക്ക് തപ്പ് വരും. അപ്പൊ നമ്മൾ ആ സാധനത്തിലേക്ക് നമ്മൾ അവരെ ഉപേക്ഷിക്കില്ല. എന്തൊക്കെയായാലും എഴുതി വെള്ളം കിട്ടാ അതാണ് അത് ചില ഹൃദയങ്ങളിലേക്ക് പാട്ടില്ല. അതിപ്പോ വരുന്നവരാണ് ഇനമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന ആൾക്കാരെ വന്നേ. അപ്പൊ അത് കുറച്ചൊക്കെ അവരെ കഴിവുണ്ട്. കാരണം അവരത് നന്നായിട്ട് അവർ പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത. കാരണം യുവതാര കളിക്കുമെന്ന് പറഞ്ഞാൽ കോരൂരെ കളിച്ച സമയത്ത് തന്നെ ഹിതമറിയാതൊക്കെ അന്നത്തെ വമ്പ ഹിറ്റായി മാറുന്ന വെച്ചാൽ അവര് ആ 60 പിള്ളേരുടെ ആ ഒരു പ്രസന്റാണ്. കാരണം വെച്ചാൽ അവരാ കളിച്ച പെർഫോമൻസിനനുസരിച്ചുള്ള നമ്മളെ പാട്ടുകൾ തിരിവിടും. ഒരു കാരണവശാലും ഞാൻ ഇപ്പോഴും പറയുന്നത് റിജിമേലി എഴുതിയിട്ട് ഒരു പാട്ട് ഇന്നാലും വിജയിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ആ വേദിയില് ഇപ്പൊ എല്ലാ ടീമുകളും അവര് കൊടുക്കുന്ന ഒരു എനർജി ഈ പാട്ടിനും മറ്റേ മാർക്കുണ്ട് അല്ലേ?
പാട്ടില് നമുക്കൊരു ചോടിന് ഇത്ര മാർക്ക്, പാട്ടിന് ഇത്ര മാർക്ക്, പിന്നെ അവരുടെ ഡിസിപ്ലിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു മാർക്ക്. അങ്ങനെ അപ്പൊ ഈ പാട്ടിന്റെ മാർക്ക് ഫുള്ള് കിട്ടണമെന്നുണ്ടെങ്കിലും പാട്ടിന് ആ ഈണം അതിലെ വരികളിൽ, അതായത് വരികൾ ശ്രദ്ധിക്കുന്നില്ല, എന്താ കഥ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് അത് അവര് ശ്രദ്ധിക്കും. അവർ ആദ്യത്തെ ഒരു വരി കഴിഞ്ഞ് കഴിയുമ്പോ വർണ്ണന കഴിഞ്ഞ പിന്നെ അവർ കഥയിൽ നോക്കുവരും. അപ്പൊ സംശയം വരുമ്പോ അവര് പാടിയവരെ വിളിച്ചു ചോദിക്കും അതെന്താ അത് കഥയാണ്. അപ്പൊ അങ്ങനെ ഒരു മാർക്കാണ്. അപ്പൊ ആ കഥാരൂപം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുവാണ് പാടുന്നത്. അപ്പൊ നമ്മൾ അത് എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കും ഇത് ഇന്ന സാധനമാണ് എഴുതി വെച്ചാണ്, ഇത് ഇന്ന രൂപത്തിലൂടെ വരുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒരു രീതിയിൽ നമ്മളിപ്പോൾ രാവണന്റെ കഥ എഴുതുമ്പോൾ, സീതയുടെ കഥ എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ രാമായണം വിട്ടിട്ട് വേറെ കാര്യത്തിൽ എഴുതാൻ പറ്റില്ലെന്ന്. ചിലർ പറയുന്നുണ്ട് സീത രാവണന്റെ കാമുകിയായിരുന്നു, ചിലര് പറയും കട്ടെടുത്തിട്ട് പോയത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഈ രാമായണത്തെ കുറിച്ച് പറയുന്നതല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് സാധനം എഴുതാൻ പറ്റിയെന്ന്. കാരണം രാമനെ വർണ്ണിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഒരുപാട് ഓണൽപ്പാട്ട് വരുന്നുണ്ട്. രാമനെ ആരാധിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇതിലുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പരിധി വിട്ടിട്ട് നമ്മൾ പാട്ടിൽ സാധനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്കത് പിന്നീട് വലിയ ഭവിഷ്യത്തായിട്ട് വരും. അപ്പൊ നമ്മളൊക്കെ നോക്കിയിട്ട് നമ്മൾ എഴുതുള്ളൂ. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴാണ് ഈ 4-5 ദിവസം പിടിക്കുന്നത്. അതുണ്ട് ചേട്ടന്റെ ആ പ്രയത്നത്തിന്, അതായത് പരിശ്രമത്തിന് ഉള്ള ഫലം കാണുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും കൂടുതൽ പാട്ടുകൾ എഴുതട്ടെ, കാരണം വെച്ചാല് ആളുകൾ അറിയപ്പെട്ട് കൂടുതൽ പാട്ടുകൾ എഴുതി അല്ലെ ഈ വിനോദന്റെ കൂടെ ആ പാട്ട് ചെയ്യട്ടെ. അത് പുള്ളിയുടെ വഴിയൊക്കെ നോക്കിട്ട് പുള്ളി അറിഞ്ഞപ്പോ നാളെ വിളിച്ച് എന്തിട്ട് പറയാമോ? ഇല്ലല്ല അതല്ല, അല്ലെങ്കിൽ തന്നെ ഫോൺ ഓണാക്കാറില്ല. പാട്ടുകള് അല്ല ഈ ഓണം സീസൺ ആയി കഴിയുമ്പോ പിന്നെ ചേട്ടന്റെ പാട്ടുകൾ, അതായത് എല്ലാ ടീമുകളും പാടി വേദികളിൽ ചേട്ടന്റെ പാട്ട് നിറഞ്ഞു കിട്ടില്ലേ. ചേട്ടാ മനോജ് ചേട്ടൻ വേദിയിൽ തെരളിപ്പാട്ട് പാടിയിട്ടുണ്ടല്ലേ? തെരളിപ്പാട്ട് മത്സരത്തിന് അതിൽ ഓർമ്മയുള്ള ഒരു പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായി തോന്നുന്നു. ഇപ്പൊ ഈ അടുത്ത എത്ര വർഷമായി? ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഇപ്പൊ അടുപ്പിച്ച് പോവാണ്ടിരുന്നു. അത് ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ മടി പിടിച്ചു. കൊറോണ കഴിഞ്ഞ ശേഷം ഒരു വർഷം പോയിട്ട് ബ്രദേഴ്സ് കുപ്പത്തിക്ക് വേണ്ടി ഞാൻ ഒരു വർഷം കൊറേ ടീമുകളിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവരാണ് 3-4 ടീമിൽ കളിച്ചിട്ടുണ്ട്. 25 വർഷം അങ്ങനെ ചെറുകിട ടീമുകളിൽ വേറെ അപ്പൊ സ്ഥിരമായിട്ടൊന്നുമില്ല, എല്ലാ ടീമിലും ദേവാദികളുടെ ദേവിയതായി ദേവതാരുണ്യത്താലുളവായി ദുഷ്ടരവധം ചെയ്വതിനുളവായി ഈശ്വരിയായി രത്നേശ്വരിയായി നരരിൽ മനമലിവായി അതിനായി കൊടുങ്ങല്ലൂരിൽ അമരും ദേവി ഇവരിലതായി വാവാ തകതൈതൈ ലൂരിൽ അമരും ദേവി ഇവരിലതായി വാവാ തകതൈതൈ ദേവി മായേ ഇവരിലതായി വാ തകതൈതൈ ദേവി മായേ ഇവരിലതായി വാ തകതൈതൈ പ്രഥമ സമരമതിലായതുമന്ന് തോൽവി അറിഞ്ഞൊരു ദശമുഖനന്ന് അതിനൊരു പ്രതിവിധി ചെയ്യണമെന്ന് ആലോചിച്ചത് രാവണനന്ന് കുംഭകർണനെ ഉണർത്തുക വേണം, യുദ്ധമതൊന്ന് നടത്തുക വേണം. ലങ്കേശ്വരനുടെ കൽപ്പന കേട്ടവരന്നതിനായിട്ട് തകതൈതൈ ലങ്കേശ്വരനുടെ കൽപ്പന കേട്ടവർ അന്നതിനായിട്ട് തകതൈതൈ കുംഭകർണപുരം തന്നിലെത്തി തകതൈതൈ കുംഭകർണപുരം തന്നിലെത്തി തകതൈതൈ കുംഭകർണനുടെ സവിതയത്തെത്തി പാട്ടും കളികളുമായി അവരെത്തി തപ്പടി തകിലട്ടി തകൃതമതെത്തി പെരുമ്പറ ശബ്ദം ഘോരമതെത്തി പലഹാരങ്ങൾ പലവിധമെത്തി മദ്യക്കുടങ്ങൾ നിരത്തി തുടങ്ങി നിദ്രയിൽ നിന്നത് കുംഭകർണനെ ഉണർത്തുവൻ അവരെ തീതകതൈതൈ നിദ്രയിൽ നിന്നത് കുംഭകർണനെ ഉണർത്തുവൻ അവരെ തീതകതൈതൈ ആവും വീതം പണി ചെയ്ത് നോക്കി തകതൈതൈ ആവും വീതം പണി ചെയ്ത് നോക്കി തകതൈതൈ